കൈക്കൂലി കേസിൽ ജയിൽ DIG വിനോദിനെ സസ്പെൻഡ് ചെയ്തേക്കും. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് അനധികൃത പരോൾ നൽകുന്നതിന് കൈക്കൂലി വാങ്ങിയെന്നാണ് DIGക്ക് എതിരായിട്ടുള്ള പരാതി. ഇതിന്മേൽ വിജിലൻസ് ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് നൽകും. വിനോദിനെതിരെ മുൻപും ഇത്തരം പരാതികൾ ഉയർന്നിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീനന്ദയാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ശ്രീനന്ദ, ഇദ്ദേഹത്തിനെതിരെ മുൻപും ഇത്തരം പരാതികൾ ഉണ്ട് എന്നത് നമുക്ക് അറിയാവുന്നതാണ്. മാത്രമല്ല TP ചന്ദ്രശേഖരൻ വധക്കേസ് എന്ന് പറയുമ്പോൾ അത്രത്തോളം കേരള രാഷ്ട്രീയത്തിൽ വളരെ ഗൗരവമുള്ള, നമ്മൾ ഒരുപാട് വർഷക്കാലം ചർച്ച ചെയ്തിട്ടുള്ള കൊടും ക്രിമിനലുകൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട അതിലെ പ്രതികൾക്ക് സഹായം ചെയ്യുന്ന നിലയിലേക്ക് ഇയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നടപടി ഉണ്ടാകേണ്ടതാണ്. ഏത് രീതിയിലുള്ള നടപടിയാകാം ഉണ്ടാകുക ശ്രീനന്ദ? ഗൗതം, കഴിഞ്ഞ ദിവസം നമ്മളിത് പറഞ്ഞിട്ടുള്ളതായിരുന്നു. കാരണം ഈ ജയിൽ DIG വിനോദ് കുമാറിനെ മുൻപും സമാന രീതിയിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിനെതിരെ മേധാവിമാരൊക്കെ ഉന്നയിച്ചിരുന്നു. അതെല്ലാം ആഭ്യന്തര വകുപ്പിനെ ആ പരാതികളൊക്കെ തന്നെ നൽകിയതുമാണ്. പക്ഷേ മുൻ വർഷങ്ങളിലൊന്നും തന്നെ ആഭ്യന്തര വകുപ്പോ മുഖ്യമന്ത്രിയോ ഇതിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ആരോപണമെന്നല്ല, അത് കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ വിജിലൻസ് കൈമാറാൻ പോകുന്നത്. ഇന്ന് വിജിലൻസ് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിനോദ് കുമാർ TP വധക്കേസ് വളരെ പ്രമാദമായ ഒരു കേസാണ്. TP വധക്കേസിൽ അതിന്റെ മുഖ്യ സൂത്രധാരനും അതുപോലെ തന്നെ അതിലിപ്പോൾ ജയിലിൽ കഴിയുന്ന കൊടിസുനിയെ അയാളെ പരോൾ ലഭിക്കാനും അതുപോലെ തന്നെ ജയിലിൽ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാനൊക്കെ വേണ്ടി ബന്ധുക്കളിൽ നിന്ന്, കൊടിസുനിയുടെ ബന്ധുവിൽ നിന്നും 1,40,000 രൂപയോളം വാങ്ങിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്നും മറ്റ് പ്രതികളിൽ ബന്ധുക്കളിൽ നിന്ന് ലഹരി കേസും അതുപോലുള്ള രാഷ്ട്രീയ കേസുകളിലൊക്കെ ജയിലിൽ ഇപ്പോൾ കഴിയുന്ന പ്രതികളിൽ നിന്നൊക്കെ പണം വാങ്ങി അത് ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണങ്ങളൊക്കെ തന്നെ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാകുന്നു. കാരണം ഭാര്യയുടെ അക്കൗണ്ട് നോക്കുമ്പോൾ 40 ലക്ഷത്തോളം രൂപയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഈ തുക ഈ ജയിലിൽ കിടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിരവധി ആളുകളുടെയും അതുപോലെ തന്നെ ലഹരി കേസുകളിലുള്ള പ്രതികളുടെയും വീട്ടുകാരിൽ നിന്ന് ഇദ്ദേഹം വാങ്ങിച്ച കൈക്കൂലി എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇദ്ദേഹത്തെ കുറച്ച് നാളുകളായി വിജിലൻസ് നോട്ടമിട്ട് വെച്ചിരിക്കുന്ന ഒരാളായിരുന്നു. വിജിലൻസ് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിച്ചു വരികയായിരിക്കും. ജയിൽ DIG ആണ് ഇദ്ദേഹം. എന്നിട്ട് കൂടി ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ നിരന്തരമായി മറ്റ് മേധാവികളൊക്കെ തന്നെ ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിരുന്നു. പക്ഷേ ആഭ്യന്തര വകുപ്പ് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് ആഭ്യന്തര വകുപ്പ് പോയതെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് 4 മാസം കൂടിയാണ് ഇനി റിട്ടയർ ആവാനുള്ള ഒരു സമയമെന്ന് പറയുന്നത്. ഈ 4 മാസത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത്. എന്തായാലും വിജിലൻസ് ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കാം എന്നുള്ളൊരു കാര്യമാണ്. അതിനുടൻ തന്നെ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഗൗതം, ഓക്കെ, ജയിൽ DIGക്കെതിരായ വിഷയത്തിൽ ഒരുപക്ഷെ ഇന്ന് കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീനന്ദയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നൽകിയത്. പുത്തൻ പുലരിയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്.